അൻമോദ, അങ്ങനെയെങ്കിൽ പറയുന്നത് 2000 കോടിയിലധികം രൂപയുടെ വികസനം മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ആ ഒരു വികസനത്തിന് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അവിടെ അൻവറിന്റെ സ്ഥാനം അത് എവിടെ കൊണ്ട് നിർത്തി, ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇടതുപക്ഷം എന്നുള്ളതും കൗതുകമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ ഈ വികസന നേട്ടങ്ങൾ എന്നിൽ പറയുമ്പോൾ എടുത്തു കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തൊട്ടറിയാൻ പറ്റുന്ന, കണ്ടറിയാൻ പറ്റുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന വികസനങ്ങൾ അവിടെ നടപ്പായിട്ടുണ്ടോ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കണക്കുകൾ എണ്ണി ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ വികസനത്തെ പറ്റി, ഈ കാലയളവിൽ നടന്നിട്ടുള്ള വികസനത്തിനെ പറ്റി ഏത് തരത്തിലാണ് അഭിപ്രായം പങ്കുവെക്കുന്നത്? ഇടതുപക്ഷം ഏതൊക്കെ മേഖലകളിൽ നടന്ന വികസനം അതാണ് എടുത്തു കാണിക്കുന്നത്? നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഒരു മോട്ടോ ആയിട്ട് അവർ ഉന്നയിക്കുന്നത് 2000 കോടി വികസനം 8 വർഷം കൊണ്ട് നടത്തിയെന്നുണ്ട്. ജില്ലാ ആശുപത്രി വികസനം, മലയോര ഹൈവേയുടെ വികസനം, അതേപോലെ മാനവേദൻ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് അക്കാദമിയുടെ വികസനം, അത്തരത്തിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തി എന്ന അവകാശവാദമാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ മലയോര ഹൈവേയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ അത് മുഴുവൻ റീച്ചും എത്തിയിട്ടില്ല എന്നുള്ളതിന് മറ്റൊരു വസ്തുതയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മലയോര ഹൈവേ മുറിഞ്ഞു പോകുന്നുണ്ട്. പലയിടങ്ങളിലും ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ വനമേഖലയിലൂടെ ഹൈവേ നിർമ്മിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു നിലമ്പൂരിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയുന്ന ഒന്നാണ് നിലമ്പൂരിൽ ബൈപ്പാസ്. 93 മുതൽ ആ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ആ നടപടികൾ ആരംഭിച്ചതാണ്. പക്ഷേ 2025 ഇപ്പോഴും അതവിടെ എത്തിയിട്ടില്ല. നമ്മൾ തന്നെ എത്രയോ തവണ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും അവസാനം 227 കോടി രൂപ അതിനനുവദിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് സർക്കാർ പറഞ്ഞപ്പോഴും ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വികസനത്തിൻ്റെ അവകാശവാദം ഇടതുപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൽ പൊള്ളയാണെന്ന തരത്തിലുള്ള പ്രചരണം UDF അഴിച്ചുവിടുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും അൻവറിൻ്റെ അവകാശവാദങ്ങളും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ UDF അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം UDFിനുണ്ടായിരുന്നു. പക്ഷേ UDF അത് ക്ലെയിം ചെയ്യാതെ ഇപ്പോൾ നേരിട്ടുള്ള അക്രമം നടത്തുകയാണ്. അതായത് നേരിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായ അക്രമം അഴിച്ചുവിടുകയാണ്, വാക്കാലുള്ള അക്രമം. അപ്പോൾ അത്തരത്തിൽ വികസനം മുൻനിർത്തി ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ PV അൻവർ എങ്ങനെ ഈ ഒരു വിഷയങ്ങളിൽ ഏതൊരു തരത്തിൽ നിലപാടെടുക്കുന്നുള്ളതാണ്. കാരണം 8 വർഷം കൊണ്ട് ഇത്രയും ചെയ്തു എന്ന് പറയുമ്പോൾ അൻവറിൻ്റെതായ പരിശ്രമം കൊണ്ടുണ്ടായ വികസനമാണെന്ന് അവകാശപ്പെടാം. പക്ഷേ ഇടതുപക്ഷത്തിന് അത് എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷം കൊണ്ടുവരുന്ന വികസനങ്ങളിൽ അത് നിലമ്പൂരിലും എത്തിച്ചു എന്ന് ഇടതുപക്ഷത്തിനും അവകാശപ്പെടാം. എന്തുതന്നെയാണെങ്കിലും ഇത് രണ്ടും ഈ രണ്ടുപേരെയും വികസനത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും UDFിൻ്റെ പ്രചരണം ഇപ്പോഴും നടക്കുന്നത്. എന്നാണെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ, അതായത് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും മറുപടി പറയുക എന്ന തരത്തിലേക്ക് പോകാതെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വികസന കാര്യങ്ങളിലാവട്ടെ, വന്യജീവി ആക്രമണത്തിൻ്റെ വിഷയത്തിലാകട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആശാസമരത്തിലും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലുമൊക്കെ ആകട്ടെ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇടതു വലതു മുന്നണികളുടെ പ്രചാരണം. ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പോലും UDF ഇപ്പോഴും പ്രചാരണ ആയുധമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രി നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പരാമർശമാണ്. അതിനെ വീണ്ടും സജീവമാക്കി മണ്ഡലത്തിൽ നിലനിർത്താൻ, മലപ്പുറത്തിനെതിരായ പരാമർശം എന്നുള്ള നിലയിൽ സജീവമാക്കി നിർത്താൻ UDF ഈ സമയത്തും ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായും UDFിൻ്റെ ഒരു പ്രധാന അജണ്ട തന്നെ KC വേണുഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശമാണ്. മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം, അത് മലപ്പുറം ഈ ഒരു ഹവാലയുടെയും കള്ളക്കടത്ത് സ്വർണത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന ഹബ്ബായി മാറുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പരാമർശങ്ങളുടെ ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൻ്റെ വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് കൃത്യമായിട്ട് പിന്നീട് ഹിന്ദു തിരുത്തി നൽകി, മുഖ്യമന്ത്രി അതിൽ കാര്യങ്ങൾ നൽകി. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടും ഇപ്പോൾ അത് വീണ്ടും UDF ഉയർത്തിക്കൊണ്ടുവരികയാണ്. മലപ്പുറത്തിനെ ഇടതുപക്ഷം അധിക്ഷേപിക്കുന്ന, മലപ്പുറംകാരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇടതുപക്ഷ നിലപാട്. അത്തരത്തിൽ ഒരു പ്രാദേശിക വികാരം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന്
അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കുറെ കൂടി അഴിച്ചു വിടുകാനാണ് ഇപ്പോൾ UDF-ന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. ഇന്നലെ രമേശ് ചെന്നിത്തല ആവട്ടെ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവട്ടെ, രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു അവരുടെ വാർത്താ സമ്മേളനം നടത്തിയതെന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രചരണത്തിലെ പല വേദികളിലും ഇതുതന്നെയായിരിക്കും മുഖ്യ വിഷയമായിട്ടും UDF ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരിക. അത്തരത്തിൽ ഓരോ വിഷയങ്ങൾ അത് അജണ്ടയായി, തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്ത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണ്. അനുമോദ, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രചാരണത്തിൽ അതീവ സജീവമാകാൻ PV അൻവർ ഒന്ന് മടിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പോലും എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ. PV അൻവറിന്റെ നീക്കങ്ങൾ വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഓരോ ദിവസവും നോക്കിക്കാണുന്നത്. ഇന്നും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പ്രചാരണ പരിപാടിയിലടക്കം അദ്ദേഹം എത്രത്തോളം സജീവമാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത്? ആര്യ, ഇന്നലെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണെന്ന് തെളിഞ്ഞതോടെ ചിഹ്നം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത് ഓട്ടോറിക്ഷ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെടുന്ന ചിഹ്നം. പക്ഷേ അത് ലഭിക്കുമോ എന്നറിയില്ല. നിലവിൽ തന്നെ അത് മറ്റൊരു പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ പാർട്ടി ഇവിടെ മത്സരിക്കാത്തതുകൊണ്ടും മുൻപ് 2 തവണ അൻവർ ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നതും കാണിച്ച് ആ ചിഹ്നം അനുവദിക്കണമെന്ന് അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലെന്താകുമെന്നുള്ളത് കണ്ടറിയണം. പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചിഹ്നം. പ്രത്യേകിച്ച് PV അൻവറിനെ പോലെ 2 തവണ നിലമ്പൂർ മണ്ഡലത്തിൽ ഇതേ ചിഹ്നത്തിൽ വിജയിച്ചു വന്ന ഒരാൾ വീണ്ടും ആ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രണ്ടാമതായിട്ട് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി അന്ന് നടത്തിയ പരാമർശങ്ങൾക്കുള്ള മറുപടി പറയാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ എങ്ങനെയാണ് താൻ ഈ പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നത്, ഈ UDF-ഉം LDF-ഉം നടത്തുന്ന പോലെ ഒരു കാടടച്ചുള്ള ഘോഷമായിട്ടുള്ള ഒരു പ്രചരണം അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അൻവറിന് തൻ്റെ ശക്തിയും ദൗർബല്യവും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ബെൽറ്റുകളിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാവും അൻവറിന് പ്രചരണം ഉണ്ടാവുക. വലിയ പ്രചണ്ഡമായ പ്രചരണത്തിലേക്ക് അൻവർ പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറിച്ച് ഓരോ ബെൽറ്റുകൾ കേന്ദ്രീകരിച്ച്, പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ അൻവർ പ്രചരണം നടത്തുക തന്നെ ചെയ്യും. തനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ മാത്രമായിരിക്കും അൻവർ കേന്ദ്രീകരിക്കുക. അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് സമാഹരിച്ച് തൻ്റെ ഭാവിയിലേക്കുള്ള ഒരു വഴി കൂടി ഈ നിലവിൽ UDF-ഉമായി ചേർന്ന് പോകുന്ന പ്രതീക്ഷയിലായിരുന്നു അൻവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അൻവർ UDF-നൊപ്പം ചേരണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും അൻവർ ഇവിടെ അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് UDF മനസ്സിലാക്കുകയും അങ്ങനെ UDF-നെ വീണ്ടും സമ്മർദ്ദപ്പെടുത്തി നിലവിലെ നേതൃത്വത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടൊക്കെ വേണം അൻവറിന് മുന്നോട്ട് പോകാൻ. വലിയ പ്രതിസന്ധികളാണ്, രാഷ്ട്രീയമായിട്ട് വലിയ വെല്ലുവിളിയാണ് അൻവറിന് മുമ്പിലുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സമ്മർദ്ദം സൃഷ്ടിക്കാൻ തന്നെയാണ് അൻവറിൻ്റെ നീക്കം. ഒപ്പം മറ്റൊരു പ്രചാരണം അല്ലെങ്കിൽ മറ്റൊരു ആലോചനകളിൽ അൻവറിനെ ഇപ്പോഴും പിൻവലിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം നാളെ ഉച്ചയ്ക്ക് 3 മണി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അതിനിടയിൽ അൻവർ ഇനി പിൻവലിക്കുമോ? സാധ്യത കുറവാണ് അൻവർ പിൻവലിക്കുവാൻ. കാരണം അൻവറിന് ഇനി പിൻവലിക്കുക എന്നുള്ളതും ഇത്രയും UDF-നെ വിമർശിച്ച് അധിക്ഷേപിച്ചിട്ട് അതേ UDF-ന് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് അൻവർ മാറുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്നാലും ഇന്ന് 9 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അദ്ദേഹം ഒതായിലെ വീട്ടിൽ നിശ്ചയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ മറുപടിയാകും പ്രധാനമായിട്ടുള്ള വിഷയം. അതോടൊപ്പം നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നിലപാട് അൻവറിന് മറുപടി പറയേണ്ട എന്നുള്ളതാണ്. പക്ഷേ അവരെ കൊണ്ട് അൻവർ മറുപടി പറയിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് നമുക്കൊപ്പം ചേർന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഇപ്പോൾ പോരുമുറുകുന്നത് സാമൂഹിക ക്ഷേമ പെൻഷനെ ചൊല്ലിക്കൂടിയാണ് ഇടത് വലത് മുന്നണികൾ തമ്മിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനെ പിണറായി സർക്കാർ കൈക്കൂലിയാക്കി മാറ്റുകയാണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ,
ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്.